ഇടത് സർക്കാരിന്റെ സുപ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ നയം. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഘടനാപരവും ആരോഗ്യകരവുമായ മാറ്റം ഉൾക്കൊണ്ടേ മേഖലയിൽ സമ്പൂർണമായ ഒരു ഇടപെടൽ സാധ്യമാകുകയുള്ളൂ. സമഗ്ര ആരോഗ്യ നിയമം, ആരോഗ്യവകുപ്പ് വിഭജിച്ചു. പ്രതിരോധ വാക്സിൻ നിർബന്ധമാക്കാനുള്ള പദ്ധതികൾ മുതൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക് വരെ നീണ്ടുനിൽക്കുന്ന ആരോഗ്യ പരിപാലനം. ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഇവയാണ്. പുതിയ ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിലെ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെ? അനാരോഗ്യങ്ങൾക്ക് തടയിടുമോ പുതിയ ആരോഗ്യ നയം? സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ എത്രത്തോളം ശ്രമകരമാണ്? ആദ്യം പ്രധാന സംഭവവികാസം. കേരളത്തിന്റെ ആരോഗ്യ മേഖല നേരിടുന്ന നിരവധിയായ വെല്ലുവിളികളെ തരണം ചെയ്യാനാണ് സമ്പൂർണമായ ഒരു ആരോഗ്യ നയത്തിന് സർക്കാർ തുടക്കമിടുന്നത്. ഇത് എത്രത്തോളം പര്യാപ്തമാകും? നിലവിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ആരോഗ്യമന്ത്രിയെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നമ്മോടൊപ്പം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ തത്സമയം ചേരുന്നത് ഈ ആരോഗ്യ നയം രൂപീകരിക്കാനായി ഡോക്ടർ ബി ഇക്ബാലിന്റെ നേതൃത്വത്തിൽ ഒരു 17-അംഗ സമിതി ആണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ സമിതിയിലെ ഒരു പ്രധാന അംഗമായ ഡോക്ടർ ജയപ്രകാശ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ വേണുമോഹൻ തത്സമയം ചേരുന്നു. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും രഞ്ജു രജിമർ, ട്രാൻസ്ജെൻഡർ അസോസിയേഷൻ ദ്വയയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അവരും നമ്മോടൊപ്പം തത്സമയം ചേർന്നതാണ്. ചർച്ചയിലേക്ക് എത്താം. ഒരിടവേള. ചർച്ചയിലേക്ക് വരികയാണ്. ആദ്യം തന്നെ ഈ സമിതിയുടെ ജോയിന്റ് കൺവീനറായിരുന്ന ഡോക്ടർ ജയപ്രകാശ്, അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു നയം, ഒരു ആരോഗ്യ നയം എന്നുള്ള രീതിയിൽ തന്നെ ഒരു പദ്ധതി ഒരു സർക്കാർ കൊണ്ടുവരുന്നത് എന്ന്. സ്വാഭാവികമായും ഡോക്ടർ ജയപ്രകാശ്, നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ അഹങ്കാരത്തോടു കൂടി പറയാറുണ്ട്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതി എടുത്താലും വളരെയധികം മെച്ചപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ഘടനയുമായി ഒക്കെ ഈ ആരോഗ്യരംഗം വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ആകുലപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ ആരോഗ്യരംഗം. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുക എന്ന ഉള്ള ഒരു സാഹചര്യം തന്നെ ഇതിന്റെ വലിയൊരു തുടക്കം ആയിരുന്നു. ഇത് ഇങ്ങനെ ഒരു ആരോഗ്യ നയത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ഘടകങ്ങൾ ഉൾക്കൊള്ളണം? അങ്ങനെ ഒരു കൃത്യമായ പഠനം, നിരീക്ഷണം വരുന്നു. അതിനൊടുവിലാണ് ഇങ്ങനെ ഒരു ആരോഗ്യ നയം. എന്താണ് ഇതിൻ്റെ ഒരു മൂല കാരണം, അല്ലെങ്കിൽ ഒരു പ്രധാന എയിം എന്ന് പറയുന്നത്? ഈ ആരോഗ്യ നയത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആരോഗ്യ നയം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കമ്മിറ്റികൾ മുമ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ആരോഗ്യ നയം മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എത്തിയിട്ടില്ല. ആ ഒരു അർത്ഥത്തിൽ വളരെ സ്വാഗതാർഹവും വളരെ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ആരോഗ്യ നയം രൂപീകരിച്ചിട്ട്. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ നാട്ടിലുള്ള ഹെൽത്ത് ആക്ടിവിസ്റ്റുകളും അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു ആരോഗ്യ നയമാണ് വന്നിട്ടുള്ളത്. മേഖലയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പരാമർശിക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ നയത്തിൻ്റെ ഒരു ഇത് മൊത്തം വായിച്ചു നോക്കാൻ, പൂർണ്ണമായി വായിച്ചു നോക്കാൻ സമയം കിട്ടിയില്ല. എങ്കിലും അറ്റ് ഗ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. PHCകളുടെ ത്രിതല സംവിധാനത്തിൻ്റെ ശക്തിപ്പെടുത്തലുകൾ, PHCകളിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും 6 മണി വരെയും കൂടെ OP, അത് വളരെ കാലമായി ജനങ്ങളും സാധാരണ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ, ജോലിക്ക് പോകുന്ന ജനങ്ങൾക്ക് വൈകുന്നേരത്തെ ആശുപത്രിയിൽ വന്ന്, പ്രത്യേകിച്ച് ഈ കൂലിപ്പണികളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് വൈകുന്നേരത്ത് PHCയെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ മുൻ ആരോഗ്യ മന്ത്രി ശ്രീ VS ശിവകുമാർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ VS ശിവകുമാർ, അതായത് ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. സ്വാഭാവികമായും സമഗ്രം എന്ന് പറയുമ്പോൾ അത് അത്രയേറെ ഘടകങ്ങളെ ഉൾക്കൊള്ളേണ്ടതുകൂടിയുണ്ട്. അവിടെയാണ് പ്രത്യേകിച്ച് നമ്മളുടെ സാമൂഹിക ഘടനയെ സംബന്ധിച്ചിടത്തോളം പല തട്ടുകളിലായി ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ വിധത്തിലാകണം ഇത് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. അവിടെയാണ് നമ്മളുടെ PHCകൾ പോലും ഇതിന്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവന്ന്, അതായത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ വിപുലമായ ഒരു പദ്ധതി എന്ന രീതിയിലേക്ക് തന്നെ ആരോഗ്യ നയം എത്തിക്കാനുള്ള ഒരു ശ്രമം, അതിനെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ?
കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു വികസിത രാഷ്ട്രത്തിൻ്റെതായ തലത്തിൽ നമ്മൾ എത്തിയ ഒരു സ്റ്റേറ്റാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ ഒരു സമഗ്രമായ നയം ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആരോഗ്യ നയമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് നിന്ന് ജീവിത ശൈലി രോഗങ്ങൾ വളരെയധികം വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ. ഈ ഒരു ആരോഗ്യ നയം രൂപീകരിക്കുമ്പോൾ നിലവിലുള്ള നമ്മൾ ഏതൊക്കെ പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കപ്പെടേണ്ടത്, അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആരോഗ്യ നയമാണ് നമുക്കുണ്ടാകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ. അതിപ്പോ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ആരോഗ്യ വകുപ്പ് മാത്രം വിചാരിച്ചാൽ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അപ്പൊ അതിന് സമഗ്രമായ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിച്ചുള്ള ഒരു പ്രവർത്തനം കാര്യക്ഷമമായി നടന്നില്ല എങ്കിൽ ഇന്നത്തെ ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള പുതിയ വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആശുപത്രികളുടെ വികസനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇന്ന് ആരോഗ്യ മേഖലയിൽ നമ്മുടെ ഓരോ സൂചികൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇപ്പോ ഈ നീതി ആയോഗിന്റെ ഒരു വിലയിരുത്തലിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 2013, 14, 15 കാലഘട്ടങ്ങളിൽ ആരോഗ്യ മേഖലയിലെ ഒരു നേട്ടങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വികസിത രാഷ്ട്രത്തിൻ്റെതായ തലത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു നയമായിരിക്കണം കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്, പ്രത്യേകിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ. അവിടെയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങൾ. അത് ഒരുപക്ഷെ അത്രയും ഡീറ്റെയിൽസിലേക്ക് താങ്കൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 2 വകുപ്പായി തന്നെ തിരിച്ചുകൊണ്ട് ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇതടക്കമുള്ള വിഷയങ്ങൾ എത്രത്തോളം പര്യാപ്തമാണെന്ന് കരുതുന്നു? 2 വകുപ്പായിട്ടെന്ന് പറഞ്ഞാൽ ഈ ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോ ഉൾക്കൊണ്ടുകൊണ്ട് ആയുഷ് വകുപ്പ് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ നമ്മൾ രൂപം കൊടുക്കുകയും ആയുഷിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു നയം അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത് 2 തലത്തിൽ തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ ആരോഗ്യ രംഗത്തുള്ള ആരോഗ്യ മേഖലയിലുള്ള ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ആയുഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അത് 2 തലത്തിൽ കൊണ്ടുപോകേണ്ടതിന് സമഗ്രമായിട്ടുള്ള നയം നമുക്ക് ആവശ്യം തന്നെയാണ്. ശ്രീ വി എസ് ശിവകുമാർ, തിരക്കില്ല എങ്കിൽ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഡോക്ടർ വേണുമോഹൻ, ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി സമഗ്ര ആരോഗ്യ നയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രധാനമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമ്മൾ പുതിയൊരു ചുവട് മുമ്പോട്ടേക്ക് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ. അങ്ങനെയെങ്കിൽ ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, അതായത് ഇവിടെ ഡോക്ടർ ജയപ്രകാശ് സൂചിപ്പിക്കുകയുണ്ടായി PSC മുതലുള്ള ഒരു അവിടെ മുതലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഈ മേഖലയ്ക്ക് വേണ്ടത്. അങ്ങനെ ഒരു കരുതലാണ് ഉണ്ടാകേണ്ടത്. അതിനുള്ള സമഗ്രമായ ഒരു നീക്കമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യ നയം നടത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും സംശയിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകളിൽ ആരോഗ്യവകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അച്യുതാനന്ദ മന്ത്രിസഭയിലെ PK ശ്രീമതി ടീച്ചറും UDFിൻ്റെ കാലത്ത് നമ്മുടെ മുൻ മന്ത്രി VS ശിവകുമാറും ഇപ്പം ശൈലജ ടീച്ചറും ഒക്കെ കുറച്ച് ആത്മാർത്ഥമായ ശ്രമങ്ങൾ ആ മേഖലകളിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗവും കൂടി നമ്മൾ നോക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുവാനുള്ള സാമ്പത്തികമായ ഒരു ശക്തി ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. അത് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ചർച്ചകളിലുമൊക്കെ കൂലങ്കഷമായി നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഇന്ന് കേരളം അതിഭയങ്കരമായ സാമ്പത്തികമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇപ്പം കണ്ണില്ലാത്തതെല്ലാം പൊന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോക്കറ്റിൽ പൈസ വേണം. അതാണ് ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അവർ ചെയ്ത ഒരു കാര്യം ഇപ്പം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് സ്വകാര്യ
ഹോസ്പിറ്റലുകളുടെ കടന്നുകയറ്റമാണ്. ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ പോലും 10 ദിവസം കൂടെ വെന്റിലേറ്ററിൽ കിടത്തി പൈസ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ മാറ്റം വരുത്തുവാൻ വേണ്ടി എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു. അത് പാവപ്പെട്ടവൻ ഒരു പരിധിവരെ ഉപകാരപ്രദമായ ആ മെഡിക്കൽ കോളേജുകളൊക്കെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്താണ് സ്ഥിതിയെന്ന് ഇപ്പം പറയാൻ എനിക്ക് എന്നെപ്പോലുള്ളൊരു സാധാരണ പൗരന് അറിയത്തില്ല. പക്ഷേ ഇപ്പം ആ മെഡിക്കൽ കോളേജിൻ്റെ രംഗത്തൊക്കെ ഈ ഗവൺമെൻറ് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ഒരെണ്ണം ഞാനിത് വായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തും. അപ്പം നമുക്കറിയാം പല പ്രതിരോധ കുത്തിവയ്പ്പുകളും നടത്തിയ പോളിയോ ബാധിച്ച് നമുക്ക് ഒത്തിരിയും കുട്ടികൾ പോളിയോ ബാധ ഏറ്റതിൻ്റെ ഫലമായി പോളിയോയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുമ്പോൾ ഈ അടുത്ത സമയത്ത് ഇതുപോലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കെതിരെ ഭരണകക്ഷിയുടെ ഒരു MLA തന്നെ രംഗത്ത് വന്നു. ഇവിടെ ഗവൺമെൻറ് പറയുന്നത് ഇങ്ങനെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള പ്രചരണത്തെ ഫലപ്രദമായി നേരിടുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഇടത്ത് ഈ ശാസ്ത്രീയമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടക്കമുള്ളതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമെന്നും അതിനെതിരെ നിൽക്കുന്നവർക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. അതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ ഈ ഗവൺമെൻറ് അങ്ങനെയാണെങ്കിൽ ഇപ്പം പ്രതിരോധ വകുപ്പിനെതിരെ ഒരു ഭരണകക്ഷി MLA തന്നെ രംഗത്ത് വന്നില്ലയോ, എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പം ചെയ്യുന്നതിലെ ആത്മാർത്ഥതയാണ്. ഇപ്പം ഈ സമഗ്ര ആരോഗ്യ നയം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. നടപ്പി വരുത്തിയാൽ 100-ൽ 100 മാർക്കാണ് ഗവൺമെന്റിന് കിട്ടുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം പ്രായോഗികമാക്കുവാൻ കഴിയും എന്നുള്ളതിലാണ് വളരെ വേഗം വരാം. ഇപ്പോൾ ശ്രീ രഞ്ജു കൂടി നമ്മോടൊപ്പം ചേരുന്നു തത്സമയം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും. രഞ്ജു, ഒരു പക്ഷേ ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു ആരോഗ്യ നയം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഈ സർക്കാർ വന്നതിന് ശേഷം പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ മെട്രോയിലെ വിഷയങ്ങളിലായാലും ഒക്കെ തന്നെയും പലതരത്തിലുള്ള പ്രയോറിറ്റിയും ട്രാൻസ്ജെൻഡറുകൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ താങ്കളടക്കമുള്ളവരുടെ വളരെ കാലമായുള്ള ഒരു വലിയൊരു ആവശ്യമാണ് ക്ലിനിക്കുകളുടെ കാര്യത്തിലുള്ളത്. അതിനൊരു വലിയ ഒരു സ്പേസ് നമ്മളുടെ ഈ ആരോഗ്യ നയം നൽകിയിട്ടുണ്ട്. അത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനത്തെ, ഈ ഒരു നയപ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണുന്നത് രഞ്ജു? തീർച്ചയായിട്ടും പുതിയ ആരോഗ്യ നയം കൊണ്ടുവന്ന കേരള സംസ്ഥാന ഗവൺമെന്റിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആരോഗ്യ നയം എത്രത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് ഉപകരിക്കുമെന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾ പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നേരിടേണ്ടി വന്നിട്ടുള്ള തിക്ത അനുഭവങ്ങൾ പല ആവർത്തി ആരോഗ്യ കേന്ദ്രങ്ങളിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതെത്രത്തോളം നടപ്പിലാക്കണമെന്ന് കൂടി ഗവൺമെൻറ് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. വേണ്ടത്ര അവയർനെസ് ഇല്ലാത്ത ഡോക്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം പല ട്രാൻസ്ജെൻഡേഴ്സിനും ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അത് ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം തന്നെയാണ്. ഒപ്പം ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പല പദ്ധതികളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായിട്ട് ഇന്ന് സ്ഥാനം കയറിയിരിക്കുന്ന ശ്യാമ പ്രഭ ഈ ഒരു അവസരത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൂടി ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി സാധ്യതകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ പുതിയ ആരോഗ്യ നയം കുറച്ചും കൂടി ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുൻകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിക്ത അനുഭവങ്ങളിൽ നിന്ന് ഒരു മോചനം കൂടി ആയിരിക്കും ഇത്. അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ച് പറയുകയും പുതിയ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ പറ്റി പറയുകയും ചെയ്ത് അദ്ദേഹം സ്വകാര്യ ആശുപത്രികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ക്യാപ്സൂൾ പാകത്തിന് എപ്പോഴും റെഡിയാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നേരം കാത്തുകെട്ടി നിൽക്കേണ്ടി വരുന്നു. ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴാണെങ്കിലും OP ടിക്കറ്റ് എടുക്കുമ്പോഴാണെങ്കിലും ഞങ്ങളെ അവിടെ ഒരു വേണ്ടത്ര പരിഗണന നല്ല ഒരു പുച്ഛഭാഗത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെ അവിടെ കാണുന്നത്. അപ്പോൾ എത്രത്തോളം വായിട്ടലച്ചാൽ മാത്രമാണ് നമുക്ക് OP ടിക്കറ്റ് തരികയും നമ്മൾ ആവശ്യപ്പെടുന്ന ഡോക്ടറെ കൺസൾട്ടിങ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നതെന്ന് ഇവിടെ പലർക്കും മനസ്സിലാവുന്നില്ല. ഈ അവസരത്തിലാണ് ഞങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ കിട്ടുന്ന പരിഗണനകൾ പലപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു പുതിയ ആരോഗ്യ നയം കൊണ്ടുവന്ന മിനിസ്റ്റർ തന്നെ അതിന് വേണ്ടുന്ന വഴികളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
ഞാൻ തിരികെ എത്താം രഞ്ജു. ഡോക്ടർ ജയപ്രകാശ്, സംസാരിച്ചവരെല്ലാം തന്നെയും ആരോഗ്യ നയത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രായോഗിക വശമാണ് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഈ ഒരു നിരീക്ഷണവും അതിന്റെ ഈ ചർച്ചകളുടെയും ഇടയിൽ ഈ ഒരു വിഷയം വന്നിരുന്നു. ഇതിന്റെ ഒരു പ്രായോഗിക വശം എങ്ങനെ ആയിരിക്കണം എന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലേക്കുണ്ടോ? പ്രായോഗികമായിട്ട് നടപ്പിൽ വരുത്താൻ കഴിയാത്ത ഒരു കാര്യം യഥാർത്ഥത്തിൽ ആരോഗ്യ നയത്തിൽ ഇല്ലെന്നുള്ളതാണ്. കാലങ്ങളായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അഭ്യുദയകാംക്ഷികളും ജനങ്ങളുടെ ഭാഗത്തു നിന്നോട്ടുള്ള എല്ലാ സജഷൻസും ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ കോഴിക്കോട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിംഗ് നടത്തി അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ സംഘടനകളുടെയും റെപ്രസെൻറ്റേഷൻ സ്വീകരിച്ചു. പിന്നെ ഇതെല്ലാം ഇരുന്ന് വായിച്ച് എഡിറ്റ് ചെയ്ത് ഇതെല്ലാം വശങ്ങളും പരിശോധിച്ച് ശേഷം തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക ക്ലിനിക്കുകൾ, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സജഷൻ വരുന്നത്. ഇതൊക്കെ നടപ്പിലാക്കപ്പെടുന്നതിന് വലിയ തോതിലുള്ള ഒരു പ്രശ്നം. പിന്നെ മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ഇപ്പോൾ ഈ PSCയുടെ കാലതാമസമാണ് യഥാർത്ഥത്തിൽ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവിന് വലിയ തടസ്സം, ലഭ്യതക്കുറവ് സൃഷ്ടിക്കുന്നതിലൊരു പ്രധാന കാരണം ഈ PSCയുടെ ഈ കാലതാമസമാണ്. PSC ഒരുപാട് ജോലികൾ ചെയ്യുന്നു, അപ്പോൾ ഇതും കൂടെ വലിയ പാട്. അപ്പോൾ മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രത്യേകം കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയൊരു ആവശ്യമായിരുന്നു. പൊതുവിൽ അത് മുഖ്യമന്ത്രി തന്നെ എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ആരോഗ്യമന്ത്രിയും. അപ്പോൾ മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും അത് ഡോക്ടർമാരുടെ ലഭ്യത കൃത്യമായി കാലവിളംബം കൂടാതെ ഉറപ്പുവരുത്തുന്നതിന് അത് സഹായകരമാകും. ഇതിൽ ഓരോ നയങ്ങളെടുത്ത് ഓരോരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അത് നടപ്പിലാക്കുന്നതിന് വലിയ തോതിലുള്ള ഒരു ഇച്ഛാശക്തിയുടെ വിഷയമാണ് ഇതിൽ വരുന്നത്. ഡൈവേഴ്സിഫിക്കേഷനും ഇച്ഛാശക്തിയുടെയും പ്രശ്നമാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ലോങ് റണ്ണിൽ ആരോഗ്യ നയത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ജനങ്ങൾക്കും പിന്നെ ഫ്രീ ആയിട്ടുള്ള ആരോഗ്യ സേവനം ഉറപ്പുവരുത്തപ്പെടണം പബ്ലിക് ഫണ്ടിലെന്നുള്ളത്. ഘട്ടം ഘട്ടമായിട്ട് ഈ ആരോഗ്യത്തിൻ്റെ ചെലവ് സർക്കാരിൻ്റെ ഫണ്ടിങ്ങിന് ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ളതും അതൊരു ലോങ് റണ്ണിൽ മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം അതിന് നമ്മളങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ വികസിത സൂചികകൾ അല്ലെങ്കിൽ ആരോഗ്യ സൂചികകൾ വികസിത രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇപ്പം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 8 ആക്കുക, അങ്ങനെ ആ രീതിയിൽ നമ്മൾ വികസിത രാജ്യങ്ങളുമായിട്ട് തന്നെയാണ് നമ്മളുടെ ആരോഗ്യ മേഖല. അതേ സമയത്ത് തന്നെ നമുക്ക് വലിയ പ്രതിസന്ധികളുമുണ്ട്. ഒന്ന്, നമുക്ക് ഈ ആരോഗ്യ ചെലവ് വർദ്ധിച്ചു വരുന്നു, പെർ ക്യാപിറ്റ എക്സ്പെൻസ് വർദ്ധിച്ചു വരുന്നു, ജനങ്ങൾ കൂടുതൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്നു, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു, പകർച്ചവ്യാധികളുടെ ഈ ഡിസീസിൻ്റെ ഒരു പ്രിവലൻസിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഇത് പിന്നെ അതുപോലെ നമ്മളുടെ ഈ പിന്നെ വയോജനങ്ങളുടെ പുതിയതായിട്ടുള്ള വിഷയം, അത് ആ വയോജനങ്ങളുടെ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം പ്രത്യേകിച്ച് നമ്മളുടെ ഒരു 13.5% ഇപ്പോഴത്തെ മൊത്തം ജനസംഖ്യയുടെ. അപ്പോൾ ഇനി അടുത്ത കാലങ്ങളിൽ അത് വീണ്ടും വർദ്ധിച്ചു വരും, ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിക്കുന്നതുകൊണ്ട്. അപ്പോൾ അവരുടെ പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പഞ്ചായത്ത് കൂടെ ചേർന്നുകൊണ്ട് സഹകരിച്ചും കൊണ്ട് ആശുപത്രികൾ അതിനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള ഒരു സജഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഏരിയയും ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ. ഞാൻ തിരികെ എത്താം. ശ്രീ VS ശിവകുമാർ, അവിടെയാണ്, അതായത് ഒരു മേഖലയെയും ഒഴിവാക്കി നിർത്താതെ എവിടെയൊക്കെയാണോ കൂടുതൽ കരുതൽ വേണ്ടത് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആണ് ഇതിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഇവിടെ ഡോക്ടർ ജയപ്രകാശ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ ഒരു വിഷയത്തിൽ ആ ഒരു രീതിയിൽ പരിശോധിച്ചാൽ ഒരു പക്ഷെ ദീർഘകാലത്തേക്ക് നമ്മളുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു കരുതൽ നൽകുന്നതിനുള്ള ഒരു നയരൂപീകരണമായി വേണ്ട യഥാർത്ഥത്തിൽ കാണാൻ ഇതിനെ. ശ്രീ ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ രംഗത്ത് വളരെയധികം മുന്നിലാണ് നമ്മൾ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്. ഇപ്പോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 12 ആണ്. അത് ഏകദേശം 6 കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ഇപ്പോഴും നമ്മുടെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്. അപ്പൊ ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഇനി ഏതെല്ലാം മേഖലകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിന് ഒരു കേരളത്തിൻ്റെതായ പ്രത്യേകമായ ഒരു ആരോഗ്യ നയം ആവശ്യം തന്നെയാണ്. നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യം ഒരു അവകാശമാണ് എന്നുള്ള തലത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്.
കാരണം നമുക്കറിയാം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ചികിത്സാ ചെലവ് വളരെയധികം കൂടുതലാണ്. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഒരുപാട് സൗജന്യ ചികിത്സാ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ആളുകൾക്ക് വളരെ ആശ്വാസമായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടെ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളും കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ്. കാലാനുസൃതമായി ആരോഗ്യ മേഖല ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ആരോഗ്യ നയം ഉണ്ടാകണം. അതോടൊപ്പം ഇവിടെ നേരത്തെ സുഹൃത്ത് ചർച്ചയിൽ പങ്കെടുത്ത ശിവേണു സൂചിപ്പിച്ചതുപോലെ ഇതിന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ആരോഗ്യ ഒരു അവകാശം എന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആരോഗ്യ നയം ഇപ്പൊ ഡ്രാഫ്റ്റാണുള്ളത്. ഇതൊരു ചർച്ചയ്ക്ക് നമുക്ക് വിടണം. ചർച്ചയ്ക്ക് വിടുമ്പോൾ ആളുകളുടെ ഭാഗത്ത് നിന്നും സമൂഹത്തിൽ നിന്നും നമുക്ക് കൂടുതലായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടും. ആ നിർദ്ദേശങ്ങൾ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായ ഒരു ആരോഗ്യം ഒരു അവകാശമാണ് എന്നുള്ള തലത്തിലേക്ക് ഈ ആരോഗ്യ നയത്തെ മാറ്റിക്കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അത് സമൂഹത്തിന്റെ വലിയ ആവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് വരുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ 2011 ഈ കഴിഞ്ഞ ഗവൺമെന്റ് വന്നപ്പോൾ 125 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ് ആരോഗ്യ വകുപ്പിന് മാറ്റിവെച്ചത്. ആ ഗവൺമെന്റ് കാലാവധി കഴിയുമ്പോൾ 1100 കോടി രൂപയായിരുന്നു. ഇപ്പൊ അതിനേക്കാൾ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ 1%, 2% മാത്രമാണ് ബഡ്ജറ്റിന്റെ ടോട്ടൽ തുകയിൽ ആരോഗ്യ വകുപ്പിന് അനുവദിച്ചിട്ടുള്ളത്. ഈ നമ്മുടെ ആരോഗ്യമന്ത്രി ടീച്ചർ തന്നെ 2 ദിവസം മുമ്പ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നമ്മുടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ 20% ആണ് ടോട്ടൽ ബഡ്ജറ്റിന്റെ മാറ്റിവെച്ചിരിക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി. അപ്പോൾ അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് സാമ്പത്തികമായ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അത് സാമ്പത്തികം കണ്ടെത്തണം. അതിലേക്ക് വേണ്ടി നമുക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ബഡ്ജറ്റിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി വെച്ചുകൊണ്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ ഇത് ഏതെല്ലാം തരത്തിൽ നടപ്പിലാക്കാൻ കഴിയും? ഇപ്പോ പഞ്ചായത്തുകൾക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തുകളുടെ ഫണ്ട് ആരോഗ്യ മേഖലയ്ക്ക് വിനിയോഗിക്കുന്നതിലേക്ക് വേണ്ടി ആരോഗ്യ കേരളം പുരസ്കാരം എന്നൊരു സ്കീം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചു. അവർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ആ മേഖലയിലേക്ക് വരും. ഇപ്പൊ കിഡ്നി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, അതിൽ നിന്നും കൂടുതൽ തുക കൊണ്ടുവരാൻ കഴിയണം. സ്വകാര്യ ഏജൻസികളുണ്ട്, അവരുടെയൊക്കെ സംവിധാനങ്ങളിൽ നിന്നും കാശിൽ കൊണ്ടുവരും. അപ്പോൾ ഈ രംഗത്ത് കൂടുതൽ തുക ചെലവഴിച്ചുകൊണ്ട് ആരോഗ്യം ഒരു അവകാശമാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്തുന്ന തരത്തിലായിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ ഈ പുതിയ ആരോഗ്യ നയത്തിന് ഫൈനലൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട്. നന്ദി ശ്രീ VS ശിവകുമാർ. അത് തന്നെയാണ് ഈ മേഖലയിലേക്ക് നിലവിൽ പറഞ്ഞതുപോലെ തന്നെ ധനമന്ത്രിയും തള്ളിക്കളഞ്ഞിട്ടില്ല. ബജറ്റിന്റെ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു സുപ്രധാനമായ ഒരു വിഷയമാണ്. സാമ്പത്തികമായ ചില വെല്ലുവിളികളുണ്ട്. സ്വാഭാവികമായും നിലവിലെ ദേശീയ തലത്തിലുള്ള പല നയങ്ങളും നടപ്പിലാക്കിയപ്പോൾ GST അടക്കമുള്ള വിഷയങ്ങൾ, അതിന്റെ നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തെയും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഈ ആരോഗ്യ നയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നത് ഒരു വെല്ലുവിളിയാണോ, അതിന്റെ പ്രായോഗികമായ വശങ്ങൾ എങ്ങനെയാണ് എന്ന അടുത്ത ഘട്ട ചർച്ചയിലേക്ക് എത്താം. ഒരിടവേള തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഡോക്ടർ വേണുമോഹൻ, നേരത്തെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, അത് ശ്രീ VS ശിവകുമാറും ആവർത്തിച്ചു, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മുൻപോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സൗകര്യങ്ങളുടെ വിപുലീകരിക്കലാണ്, പ്രത്യേകിച്ച് PHSയുടെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയുള്ള സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഈ കൂടുതൽ ആളുകളെ മെച്ചപ്പെട്ട ചികിത്സാ രീതി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ അതൊരു ബാധ്യതയാകില്ല എന്നാണ് അല്പം മുമ്പ് ഡോക്ടർ ജയപ്രകാശ് അടക്കം സൂചിപ്പിച്ചത്. അല്ല, സാമ്പത്തിക രംഗം കേരളം അത് നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഒരു പാളിച്ചയായിട്ടല്ല പറയുന്നത്. സാമ്പത്തിക രംഗം കുറെ കാലങ്ങളായി ഈ നമ്മുടെ ഗവൺമെന്റുകൾ ഉദ്യോഗസ്ഥ ശൃംഖലകളൊക്കെ കാണിച്ചു കൂട്ടിയ ഫലമായിട്ട് ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. ഞാനത് പറയുമ്പോൾ ഈ 2 വർഷം വന്ന ഇടത് സർക്കാരിൻ്റെ കുഴപ്പമല്ലാതെ അതൊന്നുമല്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ സാമ്പത്തിക രംഗത്ത് ദൈനംദിന കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. പിന്നെ ഈ ആരോഗ്യരംഗത്ത് നമുക്കറിയാം, തിരുവിതാംകൂറും പണ്ടത്തെ നാട്ടുരാജ്യമായിട്ടിരുന്ന അവിടെ തൊട്ട് ഇവിടെ കേരളം പൊതുവെ ഒരു ഈ ആരോഗ്യരംഗത്ത് മുൻപന്തിയിൽ തന്നെയായിരുന്നു. പക്ഷെ ഇന്നാണ് ഇത്രയും രോഗങ്ങൾ പെരുകിയത്. അത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ
കേരളം കൈവരിച്ച നേട്ടങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതാണ് ആരോഗ്യരംഗത്ത് ഉണ്ടായ ഈ കടുത്ത രോഗങ്ങൾ. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരുത്താതിരിക്കാനാണ്. ഇപ്പം കാസർഗോഡ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ പ്രശ്നമാണ്. കാസർഗോഡ് മേഖലയിൽ അതേ പ്രശ്നം തന്നെയാണ് ഇനി നാളെ ഇടുക്കി ജില്ലയിൽ വരാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ്, ഇടുക്കി ജില്ലയിലെ എല്ലാ തോട്ടങ്ങളിലും ഇപ്പോഴും എൻഡോസൾഫാൻ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു ഗവൺമെൻറ് പോലും അതിനെതിരെ ഒരു നിലപാടെടുത്തില്ല. നാളെ ഇനി അവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം ഇന്നേ അത് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നിയന്ത്രിക്കാം. പിന്നെ രണ്ടാമത് പറഞ്ഞ പല പകർച്ച രോഗങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നിയന്ത്രിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഈ ദുരന്തം ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പം തന്നെ കഴിഞ്ഞ തവണ ഞാൻ VS ശിവകുമാർ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഭക്ഷ്യധാന്യങ്ങളുടെ മേലിലുള്ള ഈ മായം ചേർക്കലിനെതിരെ ഒരു കർശനമായ നിയമം സ്വീകരിച്ച ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. കാരണം നമ്മൾ മേടിക്കുന്ന ഇപ്പോൾ ആപ്പിൾ അടക്കം ഫ്രൂട്ട്സുകളെല്ലാം കടുത്ത മായമായിരുന്നു. നമ്മുടെ റോഡ് സൈഡുകളിൽ വെച്ചുകൊണ്ടിരുന്ന മാങ്ങകൾ, പഴുത്ത മാമ്പഴമൊക്കെ നമ്മൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം രോഗം വരുത്തുന്നതായിരുന്നു. അതിനെ കടിഞ്ഞാനിട്ടൊരു മന്ത്രിയായിരുന്നു അദ്ദേഹം. അത് ഇപ്പോൾ ശൈലജ ടീച്ചറുടെ കാലത്തും അത് അനുഷ്ഠിച്ചു തുടരുന്നു. നമ്മൾ ഇവരുടെ രണ്ടിനെയും നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഈ പുതിയ ആരോഗ്യ നയം ഇറക്കുവാനുള്ള ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷെ നമ്മൾ പറയുന്നത് ഈ സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റലുകൾ ശരിക്കും ജനങ്ങളെ കൊള്ളയടിക്കുവാണ്. ഇല്ലാത്ത രോഗങ്ങൾക്കാണ് മരുന്ന് കൊടുക്കുന്നത്. അവിടെ ഈ പൊതുജനാരോഗ്യം എടുത്ത ജയപ്രകാശ് സാറിനടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ആ ആടെ എന്താണ് അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിൻ്റെ ബന്ധുക്കളോട് തട്ടിക്കയറുന്നൊരു സ്വഭാവമാണ് പല ഡോക്ടർമാരും കാണിക്കുന്നത്. അപ്പോൾ അവരുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പം വിവരാവകാശമൊക്കെ ഉള്ള ഒരു ലോകത്ത് അതിനെക്കുറിച്ചൊരു നിഷ്പക്ഷമായിട്ടുള്ള വിവരം കൊടുക്കണം. കാരണം രോഗികൾ അവരുടെ ബന്ധുക്കളും കളിപ്പിക്കപ്പെടുന്നു. അതിനെതിരെയായിട്ട് അനേകായിരം പൈസകളാണ് പോകുന്നത്. ഇവിടെ പല സ്വകാര്യ ഹോസ്പിറ്റലുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ വിഷയത്തിനും അനാവശ്യമായ മരുന്നുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇന്നും കേരളത്തിലെ ജനത്തിന് ഹോസ്പിറ്റലിൽ ചെന്നാൽ മരണം ഇല്ലെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലുകളേ ഉള്ളൂ. അത് പ്രാഥമിക ഹെൽത്ത് സെൻ്ററുകൾ തൊട്ട് മെഡിക്കൽ കോളേജ് വരെ രോഗികൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. അവിടെ മതിയായ സ്റ്റാഫുകളില്ല. അത് സാറ് പറഞ്ഞ അതിനെ PSC വഴിയുള്ള കാലതാമസമൊക്കെ പറഞ്ഞു. നമ്മുടെ ഈ സർക്കാർ മേഖലയിലുള്ള ഹോസ്പിറ്റലുകളുടെ സംവിധാനം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സത്വര നടപടികളൂടെ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ തിരികെ എത്താം. രഞ്ജു, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം സൂചിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. അതൊന്ന് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യത്തിലായാലും ഈ പകർച്ചവ്യാധികളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെയും നമ്മൾ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത് ബോധവൽക്കരണം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾ ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിനും പ്രധാനമായും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ബോധവൽക്കരണത്തിന്റെ അഭാവം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് തന്നെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടൊരു സാധാരണ ഹോസ്പിറ്റലിൽ താങ്കൾ അടക്കമുള്ളവർക്ക് ചികിത്സ തേടാനാകുന്നില്ല? അത് സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിലൊക്കെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ്. അത് ഈ ബോധവൽക്കരണത്തിലൂടെ മറികടക്കാനാകും എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട്. ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ എങ്ങനെയാകും ഒരു ഈ ആരോഗ്യ നയത്തിനോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടി അത്തരം കാര്യങ്ങൾ കൂടി ഊന്നി അവിടെയാണ് ഡോക്ടർ ജയപ്രകാശ്, അദ്ദേഹം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരം വിഷയങ്ങളെല്ലാം പരിഗണിച്ചിരുന്നു ആ കമ്മിറ്റി. എന്താണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറയുന്നവർ നേരിടുന്ന പ്രധാന വിഷയം? അത് പരിഹരിക്കുന്ന രീതിയിൽ ഈ ക്ലിനിക്കുകൾ എന്നതിനോടൊപ്പം തന്നെ ബോധവൽക്കരണവും അതിന്റെ ഒരു ഭാഗമായി ഉണ്ടാകും എന്നുള്ള ചില സൂചനകളും ഈ നയത്തോടനുബന്ധിച്ചുണ്ട്. രഞ്ജു, ക്ലിയർ ആവുന്നുണ്ടോ? ഫോൺ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ പുതിയ ആരോഗ്യ നയം നടപ്പിലാക്കിയ ഗവൺമെന്റിനോട് ഞാൻ ഇപ്പോഴും പറയുന്നു, വേണ്ടത്ര അവയർനെസ് ഇല്ലാത്ത ക്ലിനിക്കുകളാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പോടുകൂടി പറയുന്നത്. ഇനി ഈ പുതിയ ആരോഗ്യ നയത്തിൽ ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സർജറികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സർജറികൾ നടപ്പിലാക്കുമ്പോൾ പുതിയൊരു ആരോഗ്യ നയം കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെന്റ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും ട്രാൻസ്ജെൻഡേഴ്സിന് ഫ്രീ ആയിട്ടുള്ള ഒരു സർജറി പ്ലാനിങ്ങും കൂടി അവർ നടപ്പിലാക്കണം. സർജറിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ ഉപയോഗ വസ്തു ആക്കുക എന്നുള്ളതല്ല, വേണ്ടത്ര ട്രെയിനിങ് കിട്ടിയ ഡോക്ടേഴ്സിനെ തന്നെ നിയമിക്കണം.
പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ ചെല്ലുമ്പോൾ SRSR സർജറികളെ പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് അത്ര വേണ്ടത്ര അവയർനെസ് കിട്ടുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് MBBS ആകെ 1 പേജോ 2 പേജോ ഉള്ളൂ പഠിക്കാനായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച്. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഈ ജെൻഡർ ഈക്വാലിറ്റി നിലനിൽക്കുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള കേരളം, അതായത് ട്രാൻസ് ഫ്രണ്ട്ലി എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. ഈ അവസരത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമുക്ക് ആരോഗ്യമെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. ഈ അവസരത്തിൽ നമ്മൾ പലപ്പോഴും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പല ആശുപത്രികളിലും സമീപിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനെ വെച്ചിട്ടാണ് വിലപേശുന്നത്. പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ പനി പിടിച്ച് വിറച്ച് കൊണ്ടുപോയ അതിഥി അച്യുതൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എത്ര നേരമാണ് ഞങ്ങൾ അവിടെ കിടന്നത്, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നത്. അവസാനം ചികിത്സ കിട്ടാതെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം അവയർനെസ് കിട്ടാത്തത് കൊണ്ടാണ്. വേണ്ടത്ര ബോധവൽക്കരണം ഇവർക്കില്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ബോധവൽക്കരണം അത്യാവശ്യമാണ്. ഈ പുതിയ ആരോഗ്യ നയം നടപ്പിലാക്കി എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇത് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു ഗവൺമെൻറ്. യെസ്, ഡോക്ടർ ജയപ്രകാശ്, രഞ്ജു സൂചിപ്പിച്ചു, ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. പക്ഷേ രഞ്ജു സൂചിപ്പിച്ച ഒരു സുപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മൾ പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു വിഭാഗത്തിന് വലിയൊരു പരിഗണന ഇൻ ദ സെൻസ് അവർ എല്ലാവരെ പോലെയും പരിഗണന അർഹിക്കുന്നവരാണ്. ആ ഒരു പ്രയോറിറ്റി കൊടുക്കാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ വിഷയങ്ങൾ സ്വാഭാവികമായും അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അവർക്കേ അറിയുള്ളൂ. അത് എത്രത്തോളം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ആരോഗ്യ നയത്തിൽ? ഇതിൽ പിന്നെ ഇപ്പം കുട്ടി പറയുന്ന ഒരു കാര്യം, ഈ മെഡിക്കൽ സയൻസിൻ്റെ വെല്ലുവിളി, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് സത്യം തന്നെയാണ് പറയുന്നത്. അതിൽ മെഡിക്കൽ സയൻസിൻ്റെ ഒരു വെല്ലുവിളി, മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വികാസത്തിൻ്റെ വെല്ലുവിളിയാണ് ഈ പറയുന്നത്. അതായത് ഇപ്പം സർജറി പോലെയുള്ള ആവശ്യങ്ങളാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സർജറികളിൽ ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് ആർജിച്ചിട്ടുള്ളവർ എന്തായാലും നമ്മൾ ഇത് പുതിയ മേഖലയാണെന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറവാണ്. അത് ഇനിയും വരും കാലങ്ങളിൽ മെഡിക്കൽ സയൻസിൻ്റെ വികാസത്തിൻ്റെ അനുസരിച്ചിട്ട് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വികസിച്ച് വരേണ്ട ഒരു പ്രധാന വിഷയമാണ്. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞത്, ഇത് അവിടുത്തെ ജീവനക്കാരുടെ നിഷേധാത്മക സമീപനം പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുകയും ബോധവൽക്കരണത്തിലൂടെയും അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകുന്ന ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള അവരെ ശിക്ഷ ഉറപ്പാക്കപ്പെടുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള നടപടികളിലൂടെ ദൈനംദിനമായ ആരോഗ്യ സേവനം ഉറപ്പുവരുത്താൻ കഴിയും. അത് തീർച്ചയായിട്ടും അത് വരേണ്ടതാണ്. അത് അത്തരത്തിലുള്ള വെല്ലുവിളികൾ ആശുപത്രി സംവിധാനങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കുട്ടി പറഞ്ഞത് വളരെ കറക്റ്റുമാണ്. പക്ഷെ അത് കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? നമുക്ക് ഈ നയം വരുന്നതോടുകൂടി അങ്ങനെ അഡ്രസ് ചെയ്യപ്പെടാനുള്ള എന്തെങ്കിലും പുതിയ അല്ല, അതിന് ബോധവൽക്കരണത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ടുള്ള ബോധവൽക്കരണത്തിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പം ജില്ലാ ആശുപത്രിയിൽ ഒരു ക്ലിനിക്ക് വരുമ്പം തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല ഓരോ ക്ലിനിക്കുകളിലും എന്തുകൊണ്ട് സാർ ഒരു കാര്യം, എന്തുകൊണ്ട് ഈ ക്ലിനിക്കുകളിൽ ഒരു ട്രാൻസ്ജെൻഡർ നിയമിച്ചുകൂടാ? അല്ല, ഇതൊക്കെ നല്ല സജഷൻസ് ആണ്. യഥാർത്ഥത്തിൽ വരും കാലങ്ങളിൽ ഇപ്പം നമ്മൾ ഈ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. വരും കാലങ്ങളിൽ അത്തരത്തിലുള്ള സജഷൻസ് അടക്കം വരികയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും അതൊരു നല്ല സജഷനാണ്. ആ രീതിയിലുള്ള ഈ ഗവൺമെന്റ് തന്നെ അതിനൊരു മാതൃകയാക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. സാധ്യത ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുകൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ ആൾക്കാർക്ക് തന്നെ അവിടെ വോളണ്ടറി സർവീസ് കൊടുക്കാനായിട്ടൊരു എക്സ്പോഷർ വരും. സ്വാഭാവികമായിട്ടും അവരൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിട്ട് അവിടെ മാറ്റപ്പെടുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസും കമ്മ്യൂണിക്കേഷൻ, സാധാരണ മറ്റുള്ള ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കൂടുതൽ എക്സ്പോഷർ സ്വാഭാവികമായിട്ടും വരും. അതൊരു കേവലമായ ക്ലിനിക്ക് മാത്രമായിട്ട് നിലനിൽക്കത്തില്ല. അത് കൂടുതലും ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒരു പ്രകടനത്തിന്റെ തന്നെ അവസരമായിട്ട് അത് വരും. തുടക്കമായിട്ട് വരും. നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്ന് ഒരു ഫ്രണ്ട്ലി ഒരു ട്രാൻസ് ഫ്രണ്ട്ലി കേരളം എന്ന് പറയുമ്പോൾ പൂർണ്ണമാകുള്ളൂ. തീർച്ചയായിട്ടും ഒരുപക്ഷെ പല മേഖലകളിലും നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഒരുപക്ഷെ അത് രഞ്ജു സൂചിപ്പിക്കുകയുണ്ടായി, പല സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോലും വലിയ മടിയാണ്. പക്ഷെ അങ്ങനെയുള്ള പല മേഖലകളിലും നമ്മൾ ആ ഒരു പ്രയോറിറ്റി അവർക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇത് മാതൃകയാവും. ഇത് വലിയൊരു മാതൃകയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമേ ഇല്ല. മറ്റുള്ളവരും ഇത് സ്വീകരിക്കേണ്ട സാഹചര്യം വരും, മറ്റ് സംസ്ഥാനങ്ങളിലടക്കം.
ഇതിനുള്ളൊരു സാധ്യത എത്രയാണ്? ഈ പറഞ്ഞ പോലെ രഞ്ജു പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു പ്രസൻസ് കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അതിന് യഥാർത്ഥത്തിൽ നിലവിൽ ഏതെങ്കിലും നിയമങ്ങൾ തടസ്സമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ക്ലിനിക്ക് വരുമ്പോഴത്തേക്ക് ഞാനൊരു ഒരു സാധാരണ ആരോഗ്യ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ ഞാനൊരു സജഷൻ പറയുകയാണ്. ഇത്തരത്തിൽ ക്ലിനിക്കുകൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ അവിടെ വന്നിട്ട് വോളണ്ടറി സർവീസ് കൊടുക്കുന്ന രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും. അവരുടെ സംഘടനകൾ അങ്ങനെയൊക്കെ രീതിയിൽ വോളണ്ടറി സർവീസ് കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ ഒരു വലിയ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസും കമ്മ്യൂണിക്കേഷനും നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും വോളണ്ടിയേഴ്സായിട്ട് വന്ന് അവിടെ സർവീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും എല്ലാം ഇവരെ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യും. അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഏർപ്പെടുത്തപ്പെടുന്ന സാഹചര്യം വരും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും, സർവീസ് കൊടുക്കുന്ന സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഒരുപക്ഷെ ഞാൻ സാധാരണ മനുഷ്യൻ എന്നുള്ള രീതി പറയുകയാണ്, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഒരുപക്ഷെ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിലയിലേക്ക് അവിടെ ഒരു ജീവനക്കാരൻ അവൈലബിൾ ആയിട്ട് ക്വാളിഫൈഡ് ഹാൻഡ് അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഗ്രൂപ്പിൽ നിന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അറ്റൻഡറോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തീർച്ചയായിട്ടും സാർ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ന് മേഖലയിലുണ്ട്, ഞങ്ങളുടെ ഇടയിലും വരും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രഞ്ജു ഈ പറഞ്ഞ ഒരു സുപ്രധാനമായ വിഷയത്തിൽ ഇപ്പൊ രഞ്ജുവിനെ പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് ചുരുക്കം ഇപ്പോൾ ഒരുപാട് പേർ ഈ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും മുന്നിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദ്വയ പോലെയുള്ള സംഘടനകളൊക്കെ ഈ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ഇനിഷ്യേറ്റീവുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാറി നിൽക്കുന്നവരെ കൂടി കുറച്ചുകൂടി ധൈര്യം കൊടുത്ത് മുൻപിലേക്ക് കൊണ്ടുവരാനൊക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞൊരു ഇടപെടലൊക്കെ സഹായകരമാകുമെന്ന് തോന്നുന്നു രഞ്ജു. തീർച്ചയായിട്ടും യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ ജയപ്രകാശ്, അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു സുപ്രധാനമായ ഒരു വിഷയം, അതിലേക്ക് കൂടി പോയാൽ സ്വകാര്യ മേഖല എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ആ മേഖലയുണ്ട്. ഞങ്ങളുടെ ഒരാഴ്ച മുമ്പായിരുന്നു ഞങ്ങളുടെ ഒരു സുപ്രധാനമായ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കോട്ടയം കേന്ദ്രീകരിച്ചായിരുന്നു. അതായത് ചില ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എല്ലാ വാഗ്ദാനങ്ങളും നൽകി രോഗം ഭേദമാക്കാം എന്ന വാഗ്ദാനം നൽകി രോഗികളെ അവിടെ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ വെന്റിലേറ്ററിന്റെ അടക്കം സഹായം വേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ ഈ ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ മേടിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്വകാര്യ ആംബുലൻസിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു കണക്കായിരുന്നു ഞങ്ങൾ അന്ന് പുറത്തു വിട്ടിരുന്നത്. ഏതാണ്ട് 200-ലേറെ പേർ പെർ മന്ത് അവിടെ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തപ്പെടുന്നുണ്ട് എന്ന്. അതായത് വെന്റിലേറ്ററിൽ പോലും കഴിയേണ്ട ഒരവസ്ഥയിൽ പോലും. അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ ഹോസ്പിറ്റലുകൾ മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ കടിഞ്ഞാണിടാൻ എങ്ങനെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കാകും? ഈ ആരോഗ്യ മേഖല, സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിട്ടും ഇതിൽ പ്രത്യേകം പരാമർശിക്കുകയും പ്രത്യേകം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടതാണ്, ആൾറെഡി സർക്കാർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയെ അടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആദ്യത്തെ ചുവടുവെപ്പാണത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സർവീസുകൾക്ക് റേറ്റിംഗ് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് നിജപ്പെടുത്തുക, ഹോസ്പിറ്റലുകൾ ഇതിൻ്റെ ഗ്രഡേഷൻ കൊണ്ടുവരിക, അത് ഓരോ ഗ്രേഡിലുള്ള ആശുപത്രികൾക്കുള്ള നിശ്ചിത സേവനത്തിൻ്റെ ചാർജ് ഫീസിനെ ഫിക്സ് ചെയ്യുക. ഈ രീതിയിൽ സ്വകാര്യ മേഖല അടക്കം നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യ നയത്തിലും വന്നിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, അടുത്തിടെ പാസ്സാക്കിയതാണ്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് പാസ്സാക്കിയത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ നടപടികളും വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇതും ഒരു സർവൈലൻസിൻ്റെ സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും വരും. അത് അങ്ങനെ നമുക്ക് ഇപ്പം പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിട്ട്. സാർ ഈ സ്വകാര്യ മേഖലയെക്കുറിച്ച് പറയുമ്പം അതിനെ വളരെ ഗൗരവകരമായിട്ട് കാണണം. ഒരു ഗവൺമെൻറ് ഒരു വാഗ്ദാനം കൊണ്ടൊന്നും അത് നടക്കത്തില്ല. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംസ്ഥാനത്തെ ഈ സ്വകാര്യ ഹോസ്പിറ്റലുകളെല്ലാം അതിഭയങ്കരമായ കൊള്ളയടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്ന് ബോധമില്ലാതെ വന്നാൽ പോലും സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര രീതിയിലുള്ള കൊള്ളയടികളാണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ കുടുംബത്തിൽ തന്നെയൊക്കെ നിസ്സാരമായ ഒരു അസുഖത്തിന് ഇവിടുത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പം 10,000-50,000 രൂപയുടെ മരുന്ന് എഴുതി തന്നപ്പം ഞങ്ങൾ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണുമ്പം 100-150 രൂപയുടെ മരുന്ന് കൊണ്ട് ആ അസുഖങ്ങൾ ഭേദമാകുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഒരുവിധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരാരും സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ പോകാൻ പേടിയാണ്. എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് സൗകര്യ കുറവുകളാണ്. എങ്കിൽ പോലും ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഈ സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നേഴ്സുമാരും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, എനിക്ക് തിരുവനന്തപുരം അടക്കമുള്ള ഈ മേഖലകളിലാണ്
കുറേയേറെ സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നതും ആ ഡോക്ടർമാരാണ്. പക്ഷേ സ്വകാര്യ മേഖലയിലേക്ക് വരുമ്പോൾ അത് ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിലാണ്. തിരുവനന്തപുരത്തെ എല്ലാ സ്വകാര്യ ഹോസ്പിറ്റലുകളിലും അതിന് മാറ്റമില്ലാതെ തുടരുന്നു. അതിന് എന്ത് നിയമം വന്നാലും ഗവൺമെൻറ് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ അതിലൊരു പരിധിവരെ വിജയിച്ചത് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ്. ഇപ്പോൾ എത്ര ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ടവർക്ക് ചികിത്സ കൊടുക്കുന്നു? കേരളത്തിലെ തിരുവനന്തപുരത്ത് തന്നെ എത്ര വലിയ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ടവർക്ക് OP ടിക്കറ്റ് എടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്കെതിരെ ഫൈൻ അടിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചെയ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരള സർക്കാർ നടത്തിയാൽ പൊതുജനങ്ങൾക്ക് ഈ ആരോഗ്യ നയത്തിലും മറ്റും കൂടുതൽ വിശ്വാസമുണ്ടാകും. ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അല്ലാതെ വരും എന്നുള്ള പ്രതീക്ഷകളല്ല, വരുത്തണം. അതാണ് ഞാൻ തിരികെ എത്താൻ ചർച്ചയിലേക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോയ ശേഷം തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഡോക്ടർ ജയപ്രകാശ്, ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ സ്ഥിതി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞൊരു പ്രശ്നം, അതായത് സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നത് തടയിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ മേഖലയിൽ, അതായത് സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണം എന്ന് പറയുന്ന തരത്തിൽ, അതായത് സ്വാഭാവികമായ അസുഖങ്ങൾക്കുള്ള ചികിത്സയല്ല, അതിനും അപ്പുറത്തേക്ക് ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ പറഞ്ഞതുപോലെ തന്നെ കാശ് തീർന്നു എന്നറിയുമ്പോൾ അങ്ങ് നടതള്ളുന്നൊരു അവസ്ഥ, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഒരുപക്ഷെ ആവശ്യമില്ലാത്ത, അതായത് എത്ര പണം വേണമെങ്കിലും നമ്മൾ ചെലവാക്കാൻ തയ്യാറാകുന്ന രോഗങ്ങൾക്ക് ആവശ്യമില്ലാതെ കൂടുതൽ പണം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇടപെടാനാവുക? ഒന്ന്, നമ്മൾ ശക്തമായ നിയമ സംവിധാനം കൊണ്ടുവരികയും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് തന്നെ അതിൽ സേവനങ്ങൾക്ക് സർവീസ് നിജപ്പെടുത്തുക, ആശുപത്രികളെ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ചികിത്സാ പ്രോട്ടോക്കോളുകൾ. നമ്മളിപ്പം ചികിത്സാ പ്രോട്ടോക്കോളിനെ പറ്റി, മെഡിക്കൽ ഓഡിറ്റിങ്ങിനെ പറ്റിയും ഇതിൽ പരാമർശിക്കുന്നുണ്ട് നയത്തിൽ. മെഡിക്കൽ ഓഡിറ്റിംഗ് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. മെഡിക്കൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള പുനഃപരിശോധനയാണ് നടക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഓഡിറ്റിംഗ് മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായിട്ട് നിർബന്ധമാക്കാൻ വേണ്ടിയുള്ള സജഷൻസ് വന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ, ചികിത്സാ സമ്പ്രദായം ശരിയായിട്ടാണ് ഒരു രോഗിക്ക് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പുനഃപരിശോധനയാണ്. ആ മെഡിക്കൽ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് സ്വകാര്യ ആശുപത്രികളിൽ അടക്കം ബാധകമാക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ സ്വകാര്യ ആശുപത്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴിവിട്ട ചൂഷണത്തിൻ്റെ രീതികൾ, അത് അനധികൃതമായ ചികിത്സയെ സംബന്ധിച്ചാണെങ്കിലും മരുന്നിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും വളരെ ഹ്യൂജ് ഫീസ് ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ ഈ ജനങ്ങൾ കൂടുതൽ ബോധവൽക്കരിക്കുകയും ജനങ്ങൾ കൂടുതലായിട്ട് അവിടെ നിന്ന് അതിനെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ തടയിടാൻ പറ്റത്തുള്ളൂ. ഓരോരോ കേസ് ടു കേസായിട്ട് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കേസ്, ഇപ്പം ഈ ഒരു ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കേസിൻ്റെ പരാതി വേണമെങ്കിൽ മെഡിക്കൽ കൗൺസിലോ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലോ പരാതി കൊടുക്കാൻ പറ്റും. അപ്പോൾ TC/MC മെമ്പറാണ് ഞാൻ. അപ്പോൾ അവിടെ ഇതുപോലുള്ള ഒരുപാട് പരാതികൾ വരികയും ഞങ്ങൾ പരിശോധിക്കുകയും കൺസേൺഡ് ആശുപത്രി അധികാരികളെ വിളിച്ചു വരുത്തുന്നു, ഡോക്ടർമാരെ വിളിച്ചു വരുത്തുന്നു, പരാതിക്കാരനെ വിളിച്ചു വരുത്തുന്നു, ഇവരുടെ എല്ലാവരുടെയും കേൾക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ രീതിയിൽ പല വിവിധങ്ങളായ നടപടികൾ, അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ചെന്നിട്ട് സ്വകാര്യ ആശുപത്രികളെല്ലാം നശിപ്പിച്ചു കളയുക എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രായോഗികമായ സമീപനമല്ല. അത് ശരിയല്ല. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ കേരളത്തിൽ ഒരു 2/3 പോപ്പുലേഷൻ അറ്റൻഡ് ചെയ്യുന്നത് സ്വകാര്യ മേഖലയാണ്. അപ്പം അതുകൊണ്ട് സ്വകാര്യ മേഖലയെ തള്ളിക്കളഞ്ഞുകൊണ്ടോ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടോ ഒരു ആരോഗ്യ നയത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ ഒരു സംവിധാനത്തെക്കുറിച്ചിട്ടോ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. പരസ്പര സഹകരണത്തോട്. പക്ഷേ ഇവർ കൃത്യതയോടുകൂടിയുള്ള മോണിറ്ററിംഗ് സർവേലൻസ് സിസ്റ്റത്തിനകത്തേക്ക് സ്വകാര്യ ആശുപത്രികളെ കൊണ്ടുവരിക, അതിനെ അവരെ നിർബന്ധിക്കുക, അങ്ങനെ ആ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ള സമീപനമായിരിക്കും. അല്ലാതെ ഒരു ക്രാഷായിട്ട് അത് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു സമീപനത്തിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് സ്വകാര്യ മേഖലയെ നമുക്ക് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ സ്വകാര്യ മേഖലയിലേക്ക് ഇപ്പോൾ മിഡിൽ ക്ലാസ് ആളുകൾ പോലും കൂടുതലായും ആകർഷിക്കപ്പെടുന്നതെന്ന് പറയുന്നത് സർക്കാർ ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര പരിഗണന ലഭിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ഒരു മനോഭാവത്തിന്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും എങ്ങനെയാണ് ഇടപെടാനാവുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മിഡിൽ ക്ലാസ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്നതിന് മടിക്കുന്ന ഒരു പ്രവണത സ്വാഭാവികമായും പ്രയോഗത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ സർക്കാർ ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, ഇപ്പോൾ OPയുടെ മുമ്പ് ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പം കുറേ മാറ്റം വരുന്നുണ്ട്.
OPയിൽ ഇരിക്കുന്നതിനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ OP ഒരുത്തടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് മറ്റൊരിടത്ത്, ബ്ലഡ് എടുത്തിട്ട് മറ്റൊരു ലാബിൽ നിന്ന് വിവിധ ലാബുകളിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് ലാബ് ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആകുന്ന തരത്തിലേക്ക് സേവനത്തിന് ചികിത്സ ലഭ്യമാക്കുന്നു, കൃത്യതയോടുകൂടിയുള്ള ചികിത്സ ലഭ്യമാക്കപ്പെടുന്നുണ്ട്. സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റാണ് മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ലഭ്യമാക്കുന്നത്. പക്ഷേ സേവന സൗഹൃദപരമാകുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ മെഡിക്കൽ ഇതര സേവനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഫെസിലിറ്റി, അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇരിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഒരു റൂം എടുത്തിട്ട് അവിടെ ചികിത്സ തേടുന്നതിനുള്ള സൗകര്യം, പേവാർഡ് പോലെയുള്ള സംവിധാനങ്ങൾ, ഈ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് ഓഫ് ദി സ്റ്റാഫ്, ഡോക്ടർമാർ, ഇവരുടെ സോഫ്റ്റ് സ്കിൽസ്, അവരോട് പെരുമാറുന്ന ഒരു സൗഹൃദപരമായി പെരുമാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ ഇനിയും കൂടുതൽ ഇത്തരം ജീവനക്കാർക്കും ഡോക്ടർമാർക്കും അടക്കം പരിശീലനങ്ങൾ കൊടുക്കുകയും കൂടുതൽ സൗഹൃദപരമായ സേവനദാതാക്കളായിട്ട് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വരികയാണെങ്കിൽ ഒരു കുറച്ച് ശതമാനം മിഡിൽ ക്ലാസ്സും കൂടി സർക്കാർ ആശുപത്രികളിലേക്ക് വരും. പക്ഷേ നമ്മളൊരു കാര്യം കാണേണ്ടുന്നത്, ഇന്നിപ്പോൾ 1/3 പോപ്പുലേഷനെ നമ്മൾ സർക്കാർ ആശുപത്രികൾ കേറ്റർ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഈ 1/3 പോപ്പുലേഷനെ കൊണ്ട് തന്നെ നമ്മളെ സർക്കാർ ആശുപത്രികൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനും എത്രയോ പരിധിക്ക് അപ്പുറമാണ്, ഓവർ ബേർഡൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒഴുക്ക് വീണ്ടും വർദ്ധിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഡോക്ടർമാരുടെ എണ്ണം, ജീവനക്കാരുടെ എണ്ണം അടക്കം ആശുപത്രി സംവിധാനങ്ങളുടെ പിന്നെ ആവശ്യം ഇതെല്ലാം തന്നെ നമ്മൾ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടി വരും. അതാണ് നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം ആ ഒരു സാഹചര്യത്തിൽ. ഒരു പക്ഷേ രഞ്ജു ഇവിടെ സംസാരിക്കുകയുണ്ടായി, ഇങ്ങനെ ചില സാധ്യതകൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില സാധ്യതകൾ കൂടി തുറക്കുന്നതാണ് നമ്മൾ ഈ ഇവിടെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആരോഗ്യ നയം. അത് പൂർണ്ണമായും ഒരു ക്ലോസ്ഡ് അല്ല, അതിന് ഇനിയും പല സാധ്യതകളുമുണ്ട്. അതിൽ കൂടുതൽ ഉൾപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ക്ലിനിക്കുകൾ, ട്രാൻസ്ജെൻഡേഴ്സിന് ക്ലിനിക്കുകൾ എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി വേണ്ടത് സ്വാഭാവികമായും താങ്കൾ ഉൾപ്പെടുന്ന ദ്വയ അടക്കമുള്ള ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പുകളുണ്ട്, സംഘടനകളുണ്ട്, അവിടെ നിന്നൊക്കെയുള്ള ഒരു സഹകരണം കൂടിയാണ്. ഒരുപക്ഷെ താങ്കൾ അടക്കമുള്ളവർക്ക് പ്രധാനമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ തന്നെ ഉള്ളവരുടെ ബോധവൽക്കരണമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ ആളുകളെ എത്തിക്കുക, ഇപ്പോൾ ക്ലിനിക്കിന്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക, അവിടെ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളുമായി സർക്കാരിന് മുൻപിലേക്ക് വരിക, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഡോക്ടർ ജയപ്രകാശ് പറയുകയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള തുടക്കങ്ങൾ എങ്ങനെയായിരിക്കും, ദ്വയ അടക്കമുള്ള സംഘടനകളിൽ നിന്നും എങ്ങനെയായിരിക്കും ഉണ്ടാവുക രഞ്ജു? എപ്പോഴും ദ്വയ മാത്രമല്ല, തിരുവനന്തപുരത്താണെങ്കിൽ തന്നെ ഒയാസിസ് കൾച്ചറൽ സെന്റർ, എറണാകുളത്ത് തന്നെ മാർബിൾ സംഘടന, അങ്ങനെ തിരുവനന്തപുരത്ത് അല്ല കോഴിക്കോടാണെങ്കിൽ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാ സംഘടനകളും തന്നെ എല്ലാവരും കൂട്ടായി തന്നെ ചർച്ചകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത്, ഇത് നല്ലൊരു ആശയങ്ങൾ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഇത് വെറും പത്രങ്ങളിലൂടെ വെറും ഒരു ചർച്ചയാക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഒരു ബോധവൽക്കരണം ഞങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ, പ്രത്യേകിച്ച് ഈ ഒരു ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ നയത്തെ ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സംഘടനകളും തന്നെ ഇതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വേണ്ടത്ര ബോധവൽക്കരണം നടത്തി ഈ ക്ലിനിക്കുകൾ വളരെ ഭംഗിയായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കേണ്ട തരത്തിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ നല്ല തീരുമാനങ്ങൾക്കും എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ട ഒരു ആവശ്യം, പോലീസിൻ്റെ അതിക്രമങ്ങളും കൂടി അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങളും കുറയും. ഒരുപാട് ഉപദ്രവങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ നേരിടുന്നുണ്ട്. അതിൻ്റെ കൂടി ഒരു ചർച്ചയിലേക്ക് ഗവൺമെൻറ് തിരിയണം. അതിന് വേണ്ടുന്ന ഒരു ബോധവൽക്കരണവും കൂടി നടത്തേണ്ടിയിരിക്കുന്നു ഈ അവസരത്തിൽ. ആരോഗ്യം മാത്രമല്ല വ്യക്തിക്ക് വേണ്ടത്, സ്വാതന്ത്ര്യവും കൂടി വേണം, അവകാശങ്ങളും കൂടി വേണം, സഞ്ചാര സ്വാതന്ത്ര്യം കൂടി വേണം. അതും കൂടി കണക്കിലെടുക്കണം ഈ ഗവൺമെൻറ്. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ശൈലജ മിനിസ്റ്റർക്കും ഈ ഒരു എഫേർട്ട് എടുത്ത പിണറായി സർക്കാരിനും
എല്ലാവർക്കും അഭിനന്ദനങ്ങൾ മാത്രം. ദ്വയ മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് സംഘടന, മറ്റെല്ലാ സംഘടനകളും ഈ ഒരു തീരുമാനത്തിനോടൊപ്പം തന്നെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. യെസ്, ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഡോക്ടർ വേണുമോഹൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനവും കൂട്ടായ ഒരു പ്രവർത്തനവും കൂടി വേണം എന്നുള്ളൊരു സൂചനയാണ്. അതായത് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ആരോഗ്യ വകുപ്പിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല എന്നൊരു സൂചനയാണ് നമ്മളുടെ ഈ ഒരു നയം തരുന്നത്. അത് എത്രത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നതാണ്? അല്ല, ഇപ്പം കുറച്ചു കാലങ്ങളായി സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ വളരെയധികം ഗവൺമെൻറ്റുകളെല്ലാം താല്പര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെയും ഈ അടിസ്ഥാനപരമായി രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ മുമ്പ് രോഗം വരുത്താതിരിക്കാൻ ഇപ്പം തന്നെ പല പകർച്ചവ്യാധികളും, അതോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന പലതുമുണ്ട്. ഇപ്പം പുകവലി അടക്കമുള്ള മയക്കുമരുന്ന് അടക്കമുള്ള രോഗങ്ങൾ, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ക്യാൻസറും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ അങ്ങ് നിരോധിക്കാൻ ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കത്തില്ലയോ? ഇപ്പോൾ സ്കൂളിൻ്റെ, എനിക്കറിയാം ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പല സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ തൊട്ട് കുട്ടികൾ പുകവലി ഉൽപ്പന്ന മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിൽക്കുന്ന സംഘങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയൊക്കെ ഗവൺമെൻറ് ശ്രമിച്ചാൽ, ബോധവൽക്കരണം മാത്രം പോരല്ലോ, ഗവൺമെൻറ്റിൻ്റെ മെഷീനറികൾ പ്രവർത്തിച്ചിട്ട് പിഴയടച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള നിത്യരോഗികളാക്കുന്ന പല കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി, അടിസ്ഥാനപരമായി ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിക്കാണ് പ്രാധാന്യം. ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഡോക്ടർ ജയപ്രകാശ്, പക്ഷേ നമ്മൾ ഇത്തരം പല കാര്യങ്ങളിലും നമ്മൾ ആരോഗ്യ മേഖലയിൽ വലിയ പോസിറ്റീവായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലും നമുക്ക് ചില വെല്ലുവിളികൾ വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. പക്ഷെ അതിനെയും പല വിധത്തിൽ ഈ റിപ്പോർട്ട് നയം പരിശോധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. പകർച്ചവ്യാധികളെ സംബന്ധിച്ചിട്ടാണ് ഇപ്പം നമ്മളെ ഹെൽത്ത് മൊത്തത്തിൽ ഒരു 3 സ്ട്രീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് സർവീസിൽ പബ്ലിക് ഹെൽത്ത് കേഡർ എന്ന് പറഞ്ഞൊരു പുതിയ കേഡർ കൊണ്ടുവരുന്നുണ്ട്. ഇത് പ്രധാനമായും പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിന് പബ്ലിക് ഹെൽത്ത് കേഡറിൽ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളാണ്. പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്തിൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, ഇത്തരത്തിലുള്ള ഡോക്ടർമാരെയാണ് പബ്ലിക് ഹെൽത്ത് കേഡറിൽ നിയമിക്കാൻ പോകുന്നത്. അത് PHCകളിലും CHCകളിലും അടക്കം. അപ്പോൾ അവർ പകർച്ചവ്യാധികളെ സംബന്ധിച്ച് കൂടുതൽ ബോധവൽക്കരണം ഇല്ലാതെ തന്നെ ആൾറെഡി അവർ അതിലെ എക്സ്പെർട്ടുകളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഡോക്ടർമാർ PHCകളിലും CHCകളിലും കൂടുതൽ വരും. അവർ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് ഉയർന്ന ആശുപത്രികളിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണേണ്ടുന്നത് ഈ പകർച്ചവ്യാധികളെ സംബന്ധിച്ച്, പകർച്ചവ്യാധികളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിസീസ് പ്രോസസ്സിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റാണ്, അല്ലെ എപ്പിഡമിയോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അതിനെ എങ്ങനെ നമ്മൾ നേരിടുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള സാമൂഹ്യമായിട്ടുള്ള മൊബിലൈസേഷൻ വേണ്ടി വരും. കേവലം ആശുപത്രികൾ കൊണ്ടോ ഡോക്ടർമാർ മാത്രം കൊണ്ടോ ഒന്നും നടക്കുന്ന ആരോഗ്യ പഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പങ്ക് വഹിക്കേണ്ടി വരും. അങ്ങനെ കൂട്ടായ ഒരു യജ്ഞം ഈ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ നമുക്ക് വേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ഡോക്ടർ ജയപ്രകാശ്, ഒപ്പം തന്നെ ഡോക്ടർ വേണുമോഹൻ, ശ്രീ രഞ്ജു രജ്മർ, ഒപ്പം ചർച്ചയിൽ പങ്കുചേർന്ന് ടെലിഫോണിൽ പ്രതികരിച്ച ശ്രീ VS ശിവകുമാർ. ഏതായാലും പുതിയ ആരോഗ്യ നയം നമ്മുടെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾക്കാകും തുടക്കം കുറിക്കുക. അതിൻ്റെ വലിയ പ്രതീക്ഷകളാണ് ഇന്നത്തെ ദിവസം വാർത്തകൾ നമുക്ക് നൽകുന്നത്.